സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ്റെ പ്രാധാന്യം അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് കോർപ്പറേഷൻ്റെ പ്രാധാന്യം. കോർപ്പറേഷൻ്റെ പ്രാധാന്യത്തിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. അതിന് എക്കണോമിക് ബെനിഫിറ്റ്സ്, സോഷ്യൽ ബെനിഫിറ്റ്സ്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ്, ഇങ്ങനെയാണ് മൂന്ന് തരം ബെനിഫിറ്റ്സ് ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഒന്നാമത്തെ എക്കണോമിക് ബെനിഫിറ്റ്സ്. നേരത്തെ തന്നെ പറഞ്ഞു, കോപ്പറേറ്റീവ് സൊസൈറ്റി അത് മിഡിൽമാൻ്റെ റോളിനെ ഇല്ലാതാക്കുന്ന, എലിമിനേറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു. കോപ്പറേറ്റീവ് സൊസൈറ്റി മിഡിൽമാൻ്റെ റോളിനെ ഇല്ലാതാക്കിക്കൊണ്ട് അത് സ്ഥാപനത്തിൽ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ്. അത് ഏത് തരം ആളുകൾക്ക്? ഏറ്റവും വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള ആളുകൾക്ക്, സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞത്. മിഡിൽമാൻ്റെ റോള് കുറച്ചുകൊണ്ട് അതിൻ്റെ നേട്ടം സാധാരണക്കാരിൽ എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ എക്കണോമിക് ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സർവീസ് ടു വീക്കർ സെഷൻസ് എന്നുള്ളതാണ്. വീക്കർ സെഷൻസിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ചെയ്യുക, അതായത് ത്രൂ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ മിഡിൽമാനിന് വേണ്ടിയിട്ടുള്ള മിഡിൽമാനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സിസ്റ്റം, സപ്ലൈ സിസ്റ്റം നിലവിൽ വരിക, അതിലൂടെയുള്ള നേട്ടം. അതുപോലെ തന്നെ എല്ലാവരെയും തുല്യമായി കണക്കാക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്നുള്ള രീതി. ഇൻകവും വെൽത്തും എന്ത് ചെയ്യുക? തുല്യമായി പങ്ക് ചെയ്യപ്പെടുക. കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുക. ഇതൊക്കെയാണ് എക്കണോമിക് ബെനിഫിറ്റിൽ വരുന്നത്. എക്കണോമിക് ബെനിഫിറ്റിൽ വരുന്നത് ഇതൊക്കെയാണ്. സർവീസസ് ടു വീക്കർ സെഷൻസ്, more egalitarian distribution, income and wealth, consumer protection, കൺസ്യൂമേഴ്സിനെ മോണോപ്പൊളീസിൽ നിന്ന്, കുത്തകകളിൽ നിന്ന് സംരക്ഷിക്കുക, എക്കണോമിക് ആൻഡ് എഫിഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, എലിമിനേറ്റ് ദി മിഡിൽ മാൻ ആൻഡ് അൺലോഫുൾ പ്രാക്ടീസസ്. നല്ല എക്കണോമിക് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അത് വളരെ ചെലവ് കുറഞ്ഞതും അത് നന്നായി വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു എഫിഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടാവുക. എങ്ങനെ ഉണ്ടാവുക? എലിമിനേറ്റിംഗ് ദി മിഡിൽ മാൻ ആൻഡ് അൺലോഫുൾ പ്രാക്ടീസസ്. മിഡിൽമാൻ റോളും അൺലോഫുൾ പ്രാക്ടീസസും എന്ത് ചെയ്യുക? ഇല്ലാതാക്കിക്കൊണ്ട്, അഡൾട്രേഷൻ പോലുള്ള അല്ലെങ്കിൽ മറ്റ് അൺഫെയർ ആയിട്ടുള്ള അൺലോഫുൾ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് ഒക്കെയും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു എക്കണോമിക് ആൻഡ് എഫിഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് ഇത് ഉറപ്പുവരുത്തുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉറപ്പുവരുത്തുന്നത്. Then better paid workers and employee relation. എംപ്ലോയർക്ക് നല്ല വേതനം കൊടുക്കും. നല്ല വേതനം ലഭിക്കുന്നതോടുകൂടി തന്നെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. അത് എക്കണോമിക് ബെനിഫിറ്റ് ഫ്രം ദി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ എക്കണോമിക് ബെനിഫിറ്റ് ആണ് അത്. നെക്സ്റ്റ്, നോ സ്കോപ്പ് ഫോർ സ്പെക്കുലേഷൻ. ഊഹക്കച്ചവടത്തിനൊരു ചാൻസും ഇല്ല. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ നിലനിൽക്കുന്ന ഒരു എക്കണോമിക് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്നാണ് അവിടെ സ്പെക്കുലേഷന് ചാൻസ് ഇല്ല എന്നുള്ളതാണ്. ഊഹക്കച്ചവടത്തിന് ഒരു തരത്തിലുള്ള ചാൻസും അവിടെ ഇല്ല എന്നുള്ളതാണ്. There is no scope for speculation both in the consumer and producer goods. The sole disadvantages which speculation bring in the economic field are avoided. അതുകൊണ്ട് തന്നെ ഈ എക്കണോമിക്സ് സ്പെക്കുലേഷൻ കൊണ്ടുണ്ടാകുന്ന, എക്കണോമിക് സിസ്റ്റത്തിൽ സ്പെക്കുലേഷൻ കൊണ്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള
ഡിസഡ്വാൻറ്റേജസും ഇല്ലാതാക്കാനിലേക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊവൈഡ് ലോൺസ് ടു റൂറൽ പീപ്പിൾ എന്നുള്ളതാണ്. റൂറലിനാണ് കോപ്പറേറ്റീവ് അസോസിയേഷൻ എന്ത് ചെയ്യുന്നത്, ലോൺസ് കൊടുക്കുന്നത്, ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നത്, സീഡ്സ് കൊടുക്കുന്നത് ഫാമേഴ്സിനാണ്. ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് പർച്ചേസ് ദെയർ പ്രൊഡ്യൂസ് അറ്റ് റീസണബിൾ പ്രൈസ്. എന്നിട്ട് അവരിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ സാധനങ്ങൾ തിരിച്ച് വാങ്ങിക്കുന്നു. അങ്ങനെ ആ വാങ്ങിക്കുന്നതോടുകൂടി അവർക്ക് എന്ത് ചെയ്യുന്നു, വിൽക്കാൻ കഴിയുന്ന മാർക്കറ്റ് കണ്ടെത്താൻ കഴിയുന്നു. പ്രൊഡ്യൂസേഴ്സിന് അവരുടെ പ്രൊഡ്യൂസറിന് റീസണബിൾ റേറ്റ് കിട്ടുന്നു. അതിന്റെ റിസൾട്ട് ആയിക്കൊണ്ട് തന്നെ റൂറൽ ആയിട്ടുള്ള പുവറിന്റെ പല പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള വായ്പ ലഭിക്കുന്നു. മാർക്കറ്റിങ്ങിന്റെ ഇടയിൽ വരുന്ന ഒരു പീരീഡ് വരെയുള്ള വായ്പ ലഭ്യമാക്കുന്നു. അതായത് മണി ലെൻഡേഴ്സിന്റെയും അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിന്റെ ഒക്കെ കയ്യിലായിരുന്ന, അവരുടെ കീഴിൽ ചൂഷണം ചെയ്യപ്പെടുന്ന, അവർ ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു വിഭാഗത്തെ എന്ത് ചെയ്യുന്നു, സഹായിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്കണോമിക് ബെനിഫിറ്റ്സ് ഒന്നുകൂടി പറയാം. സർവീസ് ടു വീക്കർ സെഷൻസ്, ദെൻ ഈഗാലിറ്ററിയൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ from monopolies. Institutions are more economic and efficient distribution system, eliminating the middleman and unlawful practices. Then workers are better paid and employer-employee relations are kept cordial. Then there is no scope for speculation, both the consumer and producer. കൺസ്യൂമർ എന്നുള്ളതൊക്കെ പ്രൊഡ്യൂസർ എന്നുള്ളതൊക്കെ രണ്ട് തരത്തിൽ വരാവുന്ന സ്പെക്കുലേഷൻ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഉണ്ടാകുന്നില്ല. ഇൻ ദി റൂറൽ ഏരിയാസ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഹെൽപ്പ് പ്രൊവൈഡ് ലോൺസ്, ഫെർട്ടിലൈസേഴ്സ്, സീഡ്സ് ടു ഫാമേഴ്സ്. റൂറൽ പീപ്പിളിന് പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസ്, ഇതൊക്കെയാണ് ഇതിന്റെ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ സോഷ്യൽ ബെനിഫിറ്റ്സ് കൂടിയുള്ള ഒരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻ കൂടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ എന്നുള്ള നിലക്ക് എന്തൊക്കെയാണ് സൊസൈറ്റി നൽകുന്ന അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ, അതേപോലെ തന്നെ റേസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദി പുവർ, removal of evils of capitalism, raising moral standards of its members, increasing prosperity of the whole community, abolition of social inequalities, neutrality in religion and politics. ഇതിൽ തന്നെ നമുക്ക് ചിലത് എന്താണ്, സാമൂഹികമായിട്ടുള്ള ബെനിഫിറ്റ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാമൂഹികമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണത്. എന്ത് ചെയ്യുന്നു, എവിൽസ് ഓഫ് ക്യാപിറ്റലിസം ഇല്ലാതാക്കുന്നു. ക്യാപിറ്റലിസത്തിന്റെ എവിൽസ് ആയിട്ടുള്ള എക്കണോമിക് ഇനീക്വാലിറ്റി, അൺഫെയർ കോമ്പറ്റീഷൻ, ക്ലാസ് സ്ട്രഗിൾ, എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു സോഷ്യൽ ബെനിഫിറ്റ് കൂടിയാണ്. അതേപോലെ തന്നെ ഇത് മോറൽ വാല്യൂസ് എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് കൂടിയുണ്ട്. വാല്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട് മോറൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ എന്ത് ചെയ്യും, കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന് മോറൽ സ്റ്റാൻഡേർഡ്സ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ മോറൽ സ്റ്റാൻഡേർഡ്സ് ഉയർത്തിക്കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയിക്കോട്ടെ, അതിലെ മെമ്പേഴ്സ്, അവരുടെയൊക്കെയും കണ്ടക്ട് ഓഫ് ബിസിനസ് എന്തായിരിക്കാം, വളരെ ഹോണസ്റ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ്സോട് കൂടിയുള്ളതായിരിക്കാം. അത് കോപ്പറേറ്റീവ് സൊസൈറ്റി സമൂഹത്തിന് നൽകുന്ന ഒരു ബെനിഫിറ്റ് കൂടിയാണ്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് കൂടിയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി സോഷ്യൽ ബെനിഫിറ്റുകൾ മറ്റൊന്നെന്താണ്, ഇതിനെ നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചാൽ സോഷ്യോ എക്കണോമിക് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. സോഷ്യോ എക്കണോമിക് ഓർഗനൈസേഷൻ എന്നുള്ളതൊക്കെ ഇത് മൊത്തം ഒരു കമ്മ്യൂണിറ്റി, ഹോൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്, അല്ലാതെ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയല്ല. ഹോൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നൽകുന്ന, ഹോൾ കമ്മ്യൂണിറ്റിക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ത് എന്നുള്ളത് നോക്കുമ്പോൾ അതും അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സോഷ്യൽ ബെനിഫിറ്റ് ആയിട്ട് പറയാം. കോപ്പറേറ്റീവ് സൊസൈറ്റി അബോളിഷ് സോഷ്യൽ ഇനീക്വാലിറ്റീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ഇനീക്വാലിറ്റീസിനെ അബോളിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അബോളിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി
കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? അബോളിഷൻ ഇല്ലാതാക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അത് സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ സ്വീകാര്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി നിലനിൽക്കണം എന്നുള്ളതിന്റെ ആൻസറാണ്, അതിന്റെ ഉത്തരമാണ് അത് നൽകുന്ന അതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത്. നമുക്ക് അത് ദാരിദ്ര്യം ഇല്ലാതാക്കിക്കൊണ്ട് സമൂഹത്തിൽ അസമത്വങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അതിന്റെ സോഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അത് സമൂഹത്തിന് കൂടി ഗുണകരമാകുന്ന ഒന്നാണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് ആണ്. എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാല്യൂസ് ഓഫ് ലൈഫ്, കോപ്പറേഷൻ്റെ ഫെയർനെസ്, ടോളറൻസ്, കറേജ് തുടങ്ങി വാല്യൂസ്, ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വാല്യൂസിന് പഠിപ്പിക്കാൻ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് ഹ്യൂമൻ വാല്യൂസ് എന്ത് ചെയ്യുന്നത്, അത് അവർ പണം സമ്പാദിക്കുന്നതിന് പുറമെ അതിന് എന്തെങ്കിലും തരത്തിലുള്ള വാല്യൂസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? വാല്യൂസ് ആയിരിക്കണം, എത്തിക്സ് ആയിരിക്കണം എന്നാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്തിക്സ്, മോറൽ ആയിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ എന്നുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ ലഭിക്കുന്നതാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അത് റൺ ചെയ്യുന്ന ആളുകൾക്ക്, അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഡെമോക്രാറ്റിക് മാനറാണ് അത് റൺ ചെയ്യുന്നത്. റൺ ചെയ്യുന്നതിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. എങ്ങനെ ഒരു സ്ഥാപനം റൺ ചെയ്യാമെന്നുള്ള എഡ്യൂക്കേഷൻ. All over the world, education about running the administration in a democratic manner is imparted by the cooperative system. ലോകത്ത് മൊത്തം തന്നെ ഇത്തരത്തിൽ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ റൺ ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ന്യൂമറസ് ബെനിഫിറ്റ്സ് കൂടാതെ ഉണ്ട്. Cooperative gives to every society in the system there is a healthy rivalry in pursuit of common good and feelings of spirit for service to fellow beings. കൂടെ ഉള്ള ആളുകളെ, ഫെല്ലോ ബീയിങ്സിനെ കൂടി എന്ത് ചെയ്യുക, സെർവ് ചെയ്യുക എന്നുള്ള സ്പിരിറ്റ്, സർവീസ് മൈൻഡ് കൊടുക്കുന്നത് കോപ്പറേറ്റീവ്സ് ആണ്. സർവീസ് മൈൻഡഡ് എന്നുള്ളത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനിലൂടെ ലഭിക്കുന്നതാണ്. Many of our present day political, economic and social problems will find automatic solution if cooperation നിലവിൽ വന്നു കഴിഞ്ഞാൽ പല പ്രോബ്ലംസും പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, എക്കണോമിക് ആയിക്കോട്ടെ, സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനിലൂടെ, അത്തരത്തിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ലഭിച്ചുകൊണ്ട് കോപ്പറേറ്റീവ്സ് നിലവിൽ വരുന്നതോടുകൂടി അത് ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. പല പ്രതിസന്ധികളെയും മറികടക്കാൻ കോപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആ രീതിയിലുള്ളൊരു സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ അത് പ്രതിസന്ധിയിലൂടെ നടന്നു വന്ന ലോകത്തിന് മുന്നിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട്. പല രാജ്യങ്ങളും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിട്ടുണ്ട്. നമുക്ക് തന്നെ നോക്കാം, നമ്മുടെ രാജ്യത്ത് തന്നെ പല കോപ്പറേറ്റീവ് സൊസൈറ്റികളും തന്നെയാണ് അവരുടെ ഉൽപാദനവും പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്. അല്ലെ, ഫാമേഴ്സിന് എന്ത് ചെയ്യുന്നു, അവരുടെ കൃഷിക്ക് അടിസ്ഥാനമായിട്ടുള്ള കൃഷിക്ക് എന്ത് ചെയ്യാണ്, കൃഷി ചെയ്യാൻ കഴിയുന്ന കൃഷിയുടെ നേട്ടങ്ങൾ അവരിൽ നിന്ന് സമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒന്നായി മാറ്റാൻ കഴിയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മാത്രമാണ്. കർഷകരുടെ കാര്യം എടുത്തു നോക്കുക, കൺസ്യൂമർ കോപ്പറേറ്റീവ് എടുത്തു നോക്കിയാൽ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെയും അതിൻ്റെ നേട്ടങ്ങൾ കൺസ്യൂമേഴ്സിന് എത്തിക്കാൻ സാധിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഏറ്റവും കൂടുതലായിട്ട്. അങ്ങനെ തുടങ്ങി ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഹൗസിംഗ് സൊസൈറ്റീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹൗസിംഗ് മേഖലയായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. കൂടിയ വിലക്ക് ഭൂമി വാങ്ങേണ്ടി വരുന്ന അവസ്ഥ, അങ്ങനെ ഭൂമി കിട്ടാത്ത അവസ്ഥ, റെന്റിന്റെ പ്രശ്നങ്ങൾ,
ഹൗസ് കൂടിയ റെന്റിന്റെ പ്രശ്നങ്ങൾ, വീട് നിർമ്മിക്കാൻ കഴിയാത്ത ആളുകൾക്കുള്ള സൗകര്യങ്ങൾ പല രീതിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി നൽകുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി അതുപോലെ തന്നെ ഫാമേഴ്സിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി, അത് ഫാമേഴ്സിന് അവരുടെ മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കുന്നത് വരെയുള്ള ലോണ് വായ്പ ലഭ്യമാക്കുക, അതുവരെ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുന്നത് വരെ അവർക്ക് അവരുടെ ജീവിതത്തിന് വേണ്ടി, അവരുടെ കൃഷിക്ക് വേണ്ടിയുള്ള ചെലവുകൾക്കൊക്കെയും ഉള്ള സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി നിലനിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടം സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് തുടങ്ങി എല്ലാ വിഭാഗത്തിലേക്കും അതിന്റെ നേട്ടം എത്തുന്നുണ്ടെന്ന് പറയാം. കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഫാമേഴ്സ്, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, പിന്നെ കൈത്തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, പിന്നെ അങ്ങനെ തുടങ്ങി പല വ്യക്തികളെയും എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ട് നേട്ടമുണ്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇങ്ങനെ നോക്കുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത് നിലനിൽക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുകൂടി പറയട്ടെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിലനിൽപ്പ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിക്കുന്നത് വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ വുമൺ എന്നുള്ള വീക്കർ സെക്ഷൻ വിഭാഗത്തിന് പ്രത്യേകമായിട്ടുള്ള കോപ്പറേറ്റീവ്സ് വന്നിട്ടുണ്ട്. അവർക്കുള്ള കോപ്പറേറ്റീവ്സിലൂടെ സ്ത്രീകളുടെ ശാക്തീകരണത്തിനൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രാധാന്യം എന്താണ്, നാൾക്ക് നാള് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞതാണ്. ഇതൊരു സർവീസ് മോട്ടോ ആയിട്ട് ആരംഭിച്ച ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. അതിൻ്റെ പാവപ്പെട്ടവരെ ഒന്നിച്ചു ചേരുന്ന പുവർ ആയിട്ടുള്ള ആളുകൾ, പുവർ പീപ്പിൾ ഒന്നിച്ചു കൂടി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് രൂപീകരിച്ചുകൊണ്ടുണ്ടാക്കുന്നതാണ്. അത് ചില എത്തിക്സിനെ ഫോളോ ചെയ്യുന്ന ഒരു എന്റർപ്രൈസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞതാണ്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അതിനുണ്ട്. അത് കൊണ്ട് തന്നെ ആ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെയുള്ള ബെനിഫിറ്റ് അതിനുണ്ട്. ഇക്വാലിറ്റി എന്നുള്ളത് അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. അത് ഇഗാലിറ്റേറിയൻ വ്യൂ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇക്വാലിറ്റേറിയൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് മീൻസ് എന്താണ്, ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളത് അതിന്റെ ഫീച്ചറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോർപ്പറേഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് വാല്യൂസ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, കോപ്പറേറ്റീവ്സ് ഓർഗനൈസ്ഡ് ഓൾ ഓവർ ദ വേൾഡ് ഹാവ് ഗിവൺ ഇമ്പോർട്ടൻസ് ടു സർട്ടൻ വാല്യൂസ്. ഇതൊക്കെ അതിൽ വരുന്ന വാല്യൂസ് ആണ്. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഈക്വിറ്റി, സോളിഡാരിറ്റി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാല്യൂസ്. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഈക്വാലിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി are the values generally accepted. റോക്ക്ഡെയിൽ പയനിയേഴ്സ് ബിലീവ് ചെയ്തത് എത്തിക്കൽ വാല്യൂസ് ഓഫ് ഓണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിങ് ഫോർ അതേഴ്സ്. ഇതൊക്കെ വാല്യൂസ് ആണ് റോക്ക്ഡെയിൽ പയനിയേഴ്സ് മുന്നോട്ട് വെച്ചത്. ഓണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കെയറിങ്, ഈ 4 വാല്യൂസ് ആണ്. നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എന്തൊക്കെ വാല്യൂസ് എന്നുള്ളത്.
വാല്യൂസ് എങ്ങനെ വാല്യൂസ് ഏത് വിധത്തിലാണ് പ്രാക്ടീസിലേക്ക് വരുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലൂടെയാണ്. ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗം ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൺക്ലൂഡ് ചെയ്യാണ്. കോപ്പറേറ്റീവ്സിൻ്റെ ബെനിഫിറ്റ്, എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട്, സോഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതാണ് കോപ്പറേറ്റീവ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമുക്ക് എഴുതാൻ സാധിക്കുക.